അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകലും എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിനെ ആരാധിക്കുന്നതിൽ? ആമേൻ. എന്നെ നാൾ തോറും പുലർത്താമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് എനിക്ക് വേണ്ടി ഇതിന്റെ അകത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമെല്ലാം ഉയർത്തി കരങ്ങൾ ചേർത്ത് തട്ടിയോ ആ ദൈവത്തിന് മഹത്വം അർപ്പിച്ച് അവനെ ഒന്ന് സ്വാഗതം ചെയ്ത് ഇന്നത്തെ ആരാധനയിലേക്ക് നിന്റെ ഹൃദയത്തിനകത്തേക്ക് അവനെ ഒന്ന് സ്വാഗതം ചെയ്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഹൃദയം നിറയുന്ന ദൈവമക്കൾ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾക്ക് കരങ്ങളെല്ലാം ശക്തിയോടെ ചേർത്ത് തട്ടിയുന്നു പകൽ ആ ദൈവത്തെ ആത്മാവിന്റെ നിറവിൽ ആരാധിക്കാം. അവൻ ചെയ്ത ഉപകാരങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് ശക്തിയോടെ ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ ജീവിതം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാലും കൂടെ ജീവിപ്പാലും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാലും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടുപോയി എന്നാകിലും കൂട്ടാൻ യേശു ഉള്ളതാൽ എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആമേൻ. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ ജീവിതം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ ജീവിതം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർഗിൽ. ആരു സഹായിക്കും, ആരും സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും എന്തും സഹായമതത്ഭുതമാം
പരിശുദ്ധനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്താൽ വർദ്ധന തീരുന്നതെന്തിനായി? കർത്താനാമേശുവോടൊത്തു നടക്കുകൾ നിത്യാനന്ദം ലാഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവേ. അത് ചിന്താതീതം, ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ പുതുജീവിതം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാറിൽ. ഓ എന്തും സഹായമതത്ഭുതമാ വിധം തൊട്ടു സൗഖ്യപ്പെടുത്തും. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ ജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. വിശ്വാസ കാഴ്ചവടിയിലത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. വിശ്വാസ കാഴ്ചവടിയിലത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കൂ, എല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവേ. ക്ഷയത്തോടെ ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ ആനന്ദമേ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവേ. ഓ ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ ജീവിതം. ആമേൻ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഹല്ലേലൂയ. ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ ജീവിതം. ഓ ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്ന് ചൊല്ലുന്നു. ഓ കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടാൻ പ്രതിജ്ഞാബദ്ധം ചെയ്തോർ. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടാൻ പ്രതിജ്ഞാബദ്ധം ചെയ്തോർ. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആമേൻ. ചിന്താതീതം, അതും മനോഹരം. എന്തു സന്തോഷമാ ജീവിതം. ആനന്ദമേ. എന്താനന്ദം,
സ്തുതിക്കട്ടെ. ആത്മാവിൽ 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 ദൈവത്തോട് സംസാരിക്കട്ടെ. ആത്മാവിൽ സംസാരിക്കട്ടെ. ആനന്ദത്തെ പകരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ആനന്ദത്തോടെ ആ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിൽ സംസാരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പകൽ സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. നിരാശയുടെ അടിത്തട്ടിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ പ്രാപ്തിയുള്ള നീ പഠിക്കാത്ത വാക്കുകൾ നിന്റെ ആത്മാവ് ഉച്ചരിക്കട്ടെ. നിന്റെ ബുദ്ധിയിൽ നിന്നല്ല, നിന്റെ പ്രാപ്തിയിൽ നിന്നല്ല, ആത്മാവിനാൽ ആത്മാവിനാൽ പുതുഭാഷകളെ ചൊല്ലി ആത്മാവിന്റെ ഭാഷയാ, ആത്മാവിന്റെ പുതുഭാഷയാ, ആത്മാവിന്റെ പുതുഭാഷയെ ചൊല്ലി നാവിൽ തുറക്കട്ടെ, നാവിൽ തുറക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നാവിൽ തുറക്കട്ടെ. ചില നാവുകളുടെ മേൽ അഗ്നി തൊടട്ടെ. നീ പഠിച്ച വാക്കുകൾ മറന്നുപോയിട്ട് നിന്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കട്ടെ. ചില പുതുഭാഷകൾ ഇന്ന് പകൽ നിന്റെ അധരത്തിൽ നിന്നും പുറത്തു വരട്ടെ. നീ മനപ്പാടമാക്കിയ ചില വാക്കുകളല്ല, അതിന്റെ അപ്പുറത്ത് സ്വർഗത്തിലെ ഏക രാജാവിനോട് സംസാരിക്കുന്ന അന്യഭാഷയാൽ ഹൃദയത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ ഉരുവിടട്ടെ, ഉരുവിടട്ടെ. ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ നാവുകളെ അഗ്നി നാവുകളാക്കി മാറ്റട്ടെ. നിനക്കെതിരെ ശത്രു ഉയർത്തിയ
ചില വാക്കുകളെ തകർക്കുന്ന, ചിലതിനെ കരിയിച്ച് കളയുന്ന, ചിലതിനെ വിച്ഛേദിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ചില വാക്കുകൾ ചൊല്ലട്ടെ. പരിശുദ്ധാത്മാവ് അധികാരത്തോടെ അധികാരത്തോടെ ഈ സഭ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ സഭ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ സഭ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ സഭ ഇന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മൾ അടുത്തു വന്നിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കുന്നവനാണ്. അത് അനുഭവിച്ചറിഞ്ഞ സഭ ഇതാണെങ്കിൽ, ആ സഭ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും അവന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി കരത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ ദൈവത്തോട് സംസാരിക്കട്ടെ. ആത്മാവിൽ ആരാധിക്കട്ടെ. ചിലതിനോട് പോരാടി പ്രതികരണ ശേഷി നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവരട്ടെ. നിന്നെ തളർത്തിയ മേഖലകളിൽ, നിന്നെ ഒതുക്കി വച്ചിട്ടുള്ള മേഖലകളിൽ നിന്റെ ആരാധന മൂലം അവിടെ ഒരു ചലനം നീ കാണുന്നുണ്ടെങ്കിൽ ശരിയാ. യഹോവ നിസ്സി, അവൻ ജയം പ്രാപിച്ചവനാ. നിനക്ക് വേണ്ടി കരുതുവാനും നിന്നെ പുലർത്തുവാനും മതിയായ ഏക വ്യക്തി ഉണ്ടെങ്കിൽ, ഇന്നും ജീവനോടിരിക്കുന്ന, പരിമിതികളില്ലാതെ നിന്നെ പുലർത്തുവാൻ മതിയായ ഏക ദൈവം, യാഹ് എന്ന നാമമുള്ള അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവമായ ശക്തിയോടെ ആ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽ നീ ഒരു അഗ്നി തൂണായി മാറട്ടെ. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന ഒരു അഗ്നി തൂണായി മാറട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം ആദിമ ഭക്തർ കൂടി വന്നതുപോലെ ഇന്നും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഞാൻ വിശ്വാസത്താൽ ഒന്നുറപ്പിക്കുന്നു, ഇതെന്റെ ഉണർവിന്റെ ആരാധനയായി മാറട്ടെ. ഞാനൊരു തീ ആയി മാറുന്ന ആരാധന ഇന്ന് എന്നിൽ വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വന്നാൽ നീ ആളല്ല എന്ന് പോലെ മാറും എന്ന് വിശ്വസിക്കുവാൻ നിന്റെ ഹൃദയം, പിന്നെ നിന്റെ ഇഷ്ടങ്ങളല്ല, പിന്നെ നിന്റെ ആഗ്രഹങ്ങളല്ല, പിന്നെ നിന്റെ ബുദ്ധിയല്ല, അതിന്റെ എല്ലാം അപ്പുറത്ത് ഹെവൻലി വിസ്ഡം, ദൈവത്തിന്റെ ഇഷ്ടം. ഞാനാകുന്നതും ഞാനായതും എനിക്ക് വേണ്ടി മറുവിലയായ ദൈവത്തിന്റെ കൃപയാലാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കളുണ്ടെങ്കിൽ അവർ ആ ഇരിപ്പിടങ്ങളെ വിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇതാ മൂപ്പന്മാർ തൻ്റെ കിരീടങ്ങളെ, ഞാൻ പറയുമ്പോൾ നിങ്ങളിത് മനസ്സിനകത്ത് കാണണേ, സ്വർഗത്തിൽ മൂപ്പന്മാർ തൻ്റെ കിരീടങ്ങളെ ഊരി താഴെ വച്ച് നെടുമ്പാട് വീണ് പാടുന്ന ഏക വ്യക്തിയുള്ളൂ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുള്ളത്. ആ തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കൾ പറയട്ടെ, യേശുവേ ഞാൻ ആകുന്നത് കൃപയാ. നിന്റെ അതരം തുറന്നു പറഞ്ഞ് നിന്റെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വരട്ടെ. അത് ചിലതിനെ ചെന്ന് തൊടട്ടെ, അത് ചിലതിനെ തള്ളി മാറ്റുന്ന ശബ്ദമാകട്ടെ. നിന്റെ ഭയത്തെ പുറന്തള്ളുന്ന ശബ്ദം നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. നിന്റെ ഭാവിയെ തകർക്കുമെന്ന് പറഞ്ഞ ശത്രുവിന്റെ ശബ്ദത്തെ തകർക്കുന്ന അതിലും വലിയ ഇടിമുഴക്കത്തിന്റെ ശബ്ദം നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന്, നിന്റെ വായിക്കകത്ത് നിന്ന്, നിന്റെ നാവിൽ നിന്നും പുറത്തു വരട്ടെ. നിന്റെ ബിസിനസ്സിനെ തകർക്കുമെന്ന് പറഞ്ഞ, നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞ പിശാചിന്റെ വാക്കുകളെ തകർക്കുന്ന
ഞാനാകുന്നത് കൃപയാൽ, ഞാനാകുന്നത് കൃപയാൽ. വിളിച്ചു പറയട്ടെ, ഞാനാകുന്നതും ഞാൻ നിൽക്കുന്നതും. സഭ ഒരുമിച്ച് പറയട്ടെ, ഞാനാകുന്നതും ഞാൻ നിലനിൽക്കുന്നതും ദൈവകൃപയാൽ. ഞാനാകുന്നതും ഞാൻ നിലനിൽക്കുന്നതും ദൈവകൃപയല്ലെങ്കിൽ മറ്റെന്താ ഉള്ളത്? ഒന്നുമില്ല. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ. മൂന്നാം സ്വർഗത്തോളം കയറിപ്പോയി അസാധാരണ കാഴ്ചകൾ കണ്ടു മടങ്ങി വന്ന ഒരു മനുഷ്യൻ അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇനിയും അവനെ അറിയണം. ഈ ഭാഗ്യം നിനക്ക് വേണോ? എനിക്ക് എൻ്റെ യേശുവിനെ ഇനിയും അറിയണമെന്ന ആഗ്രഹം നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ? പാടിയേ. ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്ന യേശുവേ, യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. രക്ഷാ ദാനമാണ്, ജീവൻ നിൻ യാഗത്താലേ. രക്ഷാ ദാനമാണ്, ജീവൻ നിൻ യാഗത്താലേ. ഞാനായതും ആകുന്നതും മാറു വിലയായ നാദനാലേ. ഞാനായതും ആകുന്നതും മാറു വിലയായ നാദനാലേ. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പാടാം. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ, യേശുവേ ആരാധ്യനേ, ദൂതന്മാർ ദാനമാണ്, ജീവൻ നിൻ യാഗത്താലേ. രക്ഷാ ദാനമാണ്, ജീവൻ നിൻ യാഗത്താലേ. മാറുവിലയായ
ഹൃദയത്തിൽ നിന്ന് പാടിക്കേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെല്ലാം ഒന്ന് ശക്തിയോടെ ചേർത്ത് തട്ടി, യോഗ്യത സകലതും കർത്താവിൻ്റെ ആണെന്നുള്ള തിരിച്ചറിവോടെ, ഞാൻ നിലനിൽക്കുന്നത് എൻ്റെ കൃപയല്ല, അതെൻ്റെ ദൈവത്തിൻ്റെ യോഗ്യതയാണെന്ന തിരിച്ചറിവോടെ ശക്തിയോടെ കരങ്ങളൊന്ന് ചേർത്ത് തട്ടി, ശക്തിയോടെ 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 ശക്തിയോടെ. Come on, put your hands together. We worship in the name. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, ആമേൻ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, എന്റെ യേശുവല്ലാതാരും. രാത്രിയിലുള്ള നിന്റെ കരുതലിലും രാവിലെയുള്ള നിന്റെ, അതോർത്ത് പാടട്ടെ, നിന്റെ കരുതലിലും രാവിലെയുള്ള എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്നാശ്വാസം പകരും. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്നാശ്വാസം പകരുന്നവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിലും രാവിലെയുള്ള, രാത്രിയിലുള്ള നിന്റെ കരുതലിലും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ. ചോദിച്ചേ, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം ധൈര്യത്തോടെ നിൽക്കാം ന്യായസ്ഥലത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായസ്ഥലത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള, ഇത് അനുഭവിച്ചവർ പാടട്ടെ, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല. എന്തു യോഗ്യത. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നോൻ. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നോൻ. ദാനിയേലിന്റെ ദൈവം വാക്ക് മാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്ക് മാറാത്തോൻ, ഹന്നായുടെ ദൈവം. എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല. ജയത്തോടെ എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ,
സ്വീകരിച്ചാൽ, മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്നാശ്വാസം പകരുമവൻ. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്നാശ്വാസം. ആമേൻ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ. ആമേൻ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല. ആമേൻ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ. ആമേൻ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ല. ആമേൻ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ. ആമേൻ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ. ആമേൻ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ. എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ. എന്തു യോഗ്യത. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു എന്റെ യോഗ്യതയായതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു. ഒരിക്കൽ കൂടെ യോഗ്യത പാടുകേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ യേശു. അതാ യോഗ്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഉറ്റോരും കൂടെയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരും കൂടെയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നേ. നീ മാത്രമാണ് എന്റെ. ഓ, സന്തോഷത്തോടെ ഞാൻ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു. പെരിയാരാരം നേരം തിരവന്താരം തീരവതാരക തീരവതേരി തിരവന്താരം. ആമേൻ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു. ഹല്ലേലൂയ, നമ്മുടെ യേശു. എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു. ആമേൻ. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ ദിനമുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ ദിനമുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൾ കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ ദിനമുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൾ വഴുതുവാൻ. എന്റെ ദിനമുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടക്കണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടക്കണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന ഭീതിയും മുഴക്കിടുമ്പോൾ, നിന്നെ ഉയർത്തില്ലെന്ന ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും കൃപ തോന്നി കരുതിടണേ. നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമല്ല തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമല്ല തന്നതല്ലേ. ആത്മാവിൽ നേടിയതാരാ വേദിക. ലവരാഗത്തേരിയ ധീരശകരം തേരിയരാ. ലാരാരം തേരിയ തീരാരക തേരിയ ദേഹികശാരം ധാരാരേ. ലാരാരാ ധാരാ നീകശേരിയ ധീരാരാ. ചീരകധാരക ദേഹികം തൂടക ധാരാരേ. ലാരാ ധാരാരാ നീകശേരിയാരഥാ. തൂടക ദേഹിക ധാരാരാ. നഗരം തേരിയ ധാ നീകം തേരി തീരാരാ. ലഗനം തേരിയ
പരിശുദ്ധത പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ ആരാധനയിൽ ഒരു ഫേവറിന്റെ കാറ്റ്. എനിക്കുറപ്പാ, നിന്റെ അമ്മയുടെ മേൽ വ്യാപരിച്ച വിശ്വാസം, നിന്റെ വല്യമ്മയുടെ മേൽ വ്യാപരിച്ച വിശ്വാസം, തിമോഥെയോസേ, ഞാൻ നിന്റെ മേലും കാണുന്നു. പക്ഷെ നീ അതുകൊണ്ടിരുന്നാ പോരാ, നീ അതിനെ കാറ്റടിപ്പിച്ച് വർദ്ധിപ്പിക്കണം. പൗലോസ് പറയുന്നത് അതേ വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്യാനല്ല, പാരമ്പര്യമായി ലഭിച്ചു വന്ന ആ ഗ്രേസിന്റെ അകത്ത് നിൽക്കാനല്ല. ഡേ ബൈ ഡേ ഓരോ ആരാധനയ്ക്കകത്തും നിനക്കത് കത്തിക്കാനുള്ള സമയമുണ്ട്. ആരാധിച്ചു കേറിവ. ആത്മമണ്ഡലങ്ങൾ ചിലതിന്റെ മേൽ തുറക്കട്ടെ. ഒതുങ്ങിപ്പോയ ആത്മമണ്ഡലങ്ങൾ, തടഞ്ഞുപോയ ആത്മമണ്ഡലങ്ങൾ, തുറന്നെടുക്കാൻ കഴിയാത്ത ആത്മമണ്ഡലങ്ങൾ, നിന്നുപോയ ഗ്രേസ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഓ യേശുവേ, മഹത്വമേശുവേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ശക്തമായി 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 ചിലതിനെ ഇപ്പോ തൊടുകയാ. ചിലതിനെ പരിശുദ്ധാത്മാവ് കത്തിക്കുന്നു. ഉച്ചി മുതൽ ഉള്ളം കാലുവരെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കകത്ത് ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്. ഓ ഓ ഓ തകർന്ന ചില ഹൃദയങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്ന പകലായി മാറട്ടെ. അടഞ്ഞുപോയ ചില ആത്മമണ്ഡലങ്ങൾ ഇന്ന് പകൽ തുറന്നെടുക്കുന്ന പകലായി മാറട്ടെ. ചില വാക്കുകൾക്കകത്ത്, ഹൃദയം നൊമ്പരത്തിന്റെ അകത്ത് ചില വാക്കുകൾ, ചില വാർത്തകൾ വേദനിപ്പിച്ച വിഷയത്തിന്റെ അകത്ത് അസ്വസ്ഥമായിരിക്കുന്ന ഏതൊക്കെയോ മനസ്സുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ആരാധനയിൽ ശുശ്രൂഷിക്കുകയാണ്. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. യേശുവിൻ നാമത്തിൽ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഈ നിമിഷം രാജാതിലേക്ക് ഉയർത്തി പിടിച്ചു. ആരാധന. എന്റെ യേശുവിനെ സ്നേഹിക്കണമെന്ന്, എന്റെ യേശുവിനെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, എന്റെ യേശുവിനെ എനിക്ക് ആദരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പാടിക്കേ.
ഭീതിയേറുമ്പോൾ പാടാൻ കഴിയുന്നവർ പാടിക്കുക. ആരുമില്ലാതേകനാകും അങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരും കേട്ടോ. ആരുമില്ലാത്തൊരു അനുഭവം. മരണനിഴലിൻ ഒരുപക്ഷെ രോഗക്കിടക്കയിൽ നീ ഭയന്നിട്ടുണ്ടാകും. മരണം നിന്നെ പിടിക്കുമോ? അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. 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 പരിശുദ്ധ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധിയുടെ പകൽക്കാലം വിശുദ്ധനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ക്രമീകരണത്തോടും കൂടെ ആരാധിപ്പാൻ ഈ ആരാധനയുടെ കഴിഞ്ഞുപോയ മിനിറ്റുകളിൽ ഞങ്ങളെ കർത്താവ് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സകല കിരീടങ്ങൾ ഈ ആരാധന ഞങ്ങൾക്ക് നിലത്തിടുവാൻ കർത്താവ് അവസരം തന്നെ നന്ദി പറയുന്നു. ഞങ്ങളിവിടെ ഉയർത്തിയത് വേറെ ആരെയുമല്ല, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനും താമസം വിധേന ഞങ്ങളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നവനുമായ ആദ്യനും അന്ത്യനുമായ ആൽഫയും ഒമേഗയുമായ ആ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഉയർത്തുവാൻ യോഗ്യരല്ലാത്ത ഞങ്ങൾക്ക് കർത്താവ് പദവി തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൂതന്മാരുടെ ആരാധനയുടെ മുമ്പിൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയും പറയാനില്ല, കൃപയാൽ മാത്രമാ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ 3 പ്രാവശ്യം നല്ലൊരു ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ. One more. Hallelujah. Hallelujah. Amen. കരങ്ങളെ അടിച്ചു കത്തർ നല്ല മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പോരാ പോരാ, ശബ്ദമുയർത്തി ശക്തിയോടെ സകല ആരാധനകൾക്കും സകല പുകഴ്ചകൾക്കും സകല മഹത്വത്തിനും പോരാ, യോഗ്യനായ യേശുവിന് സർവശക്തി എടുത്ത് 2 കരങ്ങളും ചേർത്തടിച്ച് ഇതുവരെ എനിക്കൊന്ന് സ്തുതിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആരെങ്കിലും വിഷമിക്കുന്നെങ്കിൽ ഇപ്പോൾ അവസരമുണ്ട്. യേശുവിനെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ഉയർത്തി ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. ദയവായി നിങ്ങൾക്ക് തലസ്ഥാനങ്ങൾ ഇരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയും കൂടെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നമുക്ക് ദാനമായി തന്നതിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽ ഏറെ സന്തോഷത്തിൻ്റെ ഒരു പകൽ കൂടെയായി കർത്താവ് നമുക്ക് തന്നു. ഈ മാസത്തിലെ മറ്റൊരു ഞായറാഴ്ച നമുക്ക് കർത്താവിൻ്റെ സന്നിധി വരുവാൻ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്ന മേഖലയ്ക്കകത്ത് നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ എത്ര വിശ്വസ്തനാണ്. ആമേൻ. കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേ, കർത്താവ് മതിയായവൻ. പറഞ്ഞേ യേശു മതിയായവൻ. പറ എല്ലാവരും പറഞ്ഞേ, യേശു ഇന്നലെയും ഇന്നും. അയ്യോ എൻ്റെ മുഖത്ത് നോക്കി പറയാനല്ല ഞാൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരുടെ സ്നേഹം ഉണ്ടെങ്കിൽ കൈ ഒന്ന് കൊടുത്തേ. അടുത്തിരിക്കുന്നവർ കൈ പിടിച്ചെന്ന് പറഞ്ഞേ, യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ, മാറാത്തവനാണെന്ന് പറഞ്ഞേ. ചിരിച്ചോണ്ടൊന്നും ആരും പറയുന്നില്ലല്ലോ. എന്തോ
നിങ്ങൾ പറയുന്ന കേട്ട അടുത്തിരിക്കുന്നവർക്ക് ആ യേശുവിനെ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലൊന്ന് പറയാൻ പറ്റുമോ? ഒരു പ്രാവശ്യമാണ് ഞാൻ തരാം. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ അടുത്തിരിക്കുന്നവരുടെ തോളിലൊക്കെ തട്ടാൻ പറ്റിയ വ്യക്തിയാണെങ്കിൽ ഒന്ന് തോളിലൊക്കെ തട്ടിയിട്ട് പറഞ്ഞ, യേശു ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും മാറാത്തവനാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലമായിരിക്കണം എന്ന് പറ. ചിരിച്ച മുഖത്തോടെ ഇരിക്കണം എന്ന് പറ. നമ്മൾ മരിച്ച ദൈവത്തെ ആരാധിക്കാൻ വന്നതല്ല, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വന്നവരാ. അങ്ങനെയാണെങ്കിൽ ജീവനുള്ളവരെ പോലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ ഒരു ശബ്ദമുയർത്തി നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ഒരു ആർപ്പിട്ടാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ കർത്താവ് തന്നതിനെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അനവധി കൂട്ടായ്മകൾ നമുക്ക് കർത്താവ് തന്നു. കഴിഞ്ഞ ബുധനാഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പകലായിരുന്നു. വളരെ ശാന്തമായി ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിച്ചു. അന്ന് പറഞ്ഞ പദം ഇതായിരുന്നു: നാവ് ഭയങ്കര ഒരു അവയവമാണ്. നാവിനെ സൂക്ഷിച്ചാൽ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവും. നാവിനെ മിസ്യൂസ് ചെയ്താൽ കുടുംബത്തിൻ്റെ അകത്ത് വെറുതെ ശാപങ്ങൾ വിളിച്ചു വരുത്തേണ്ടി വരും. കാരണം നാവിന് മരണവും ജീവൻ്റെയും അധികാരം ഉണ്ട്. യഥാർത്ഥത്തിൽ നാവിൻ്റെ അഭിഷേകത്തെ, അധികാരത്തെ ക്രിസ്തു നമുക്ക് തന്നത് തിരിച്ചറിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നാവിന്ന് പറയത്തില്ല. ചിലപ്പോൾ നീ പറഞ്ഞാൽ പറഞ്ഞതുപോലെയൊക്കെ നടക്കും. ഇയ്യോബിനൊരു പേടിയുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന്. അത് താൻ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ നാവ് കൊണ്ട് പറയുമായിരുന്നു ഞാൻ കരുതുന്നേ. ആ പറഞ്ഞതൊക്കെ തൻ്റെ ജീവിതത്തിലുണ്ടായി. നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞ് ആശിച്ചിരുന്നാൽ ഒരുപക്ഷെ അത് മറ്റൊരാളുടെ ജീവിതത്തിലല്ല, സ്വന്തം ജീവിതത്തിൽ കാണേണ്ടി വരും. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ, യാഗം അർപ്പിക്കുമ്പോൾ, നിൻ്റെ സഹോദരന് നിന്നോട് വല്ലതുണ്ടെന്ന് തോന്നിയാൽ, നിനക്ക് വല്ലവരോടും ഉണ്ടെങ്കിൽ എന്നല്ല പറഞ്ഞത്, അതായിരുന്നു എളുപ്പമായിരുന്നു. സാധാരണ ഗുരുക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് വരാനാണ് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർ പറയും, സംസാരിച്ച് ഒന്ന് പ്രശ്നം തീർക്കാൻ പറയും. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന ഗുരുവായ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് വല്ലവരോടും വല്ലതും ഉണ്ടെങ്കിൽ പോയി പറയാനല്ല, വല്ലവർക്കും വല്ലതും നിന്നോടുണ്ടെന്ന് തോന്നിയാൽ മതി, ഉണ്ടാവണ്ട. ഒരു തോന്നലകത്ത് വന്നാൽ, 2 ദിവസമായിട്ട് മിണ്ടുന്നില്ലെന്ന് തോന്നിയാൽ ആദ്യം പോയി മിണ്ടിയിട്ട് സ്നേഹത്തോടെ ചിരിക്കുന്നവർക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ എത്ര കൈയടിച്ച് പൊട്ടിച്ചിട്ടും കാര്യമില്ല, കസാര തല്ലിപ്പൊടിച്ചിട്ട് കാര്യമില്ല, തുള്ളിച്ചാടിയിട്ട് കാര്യമില്ല, 21 ഇരുന്നിട്ട് കാര്യമില്ല, 40 ഇരുന്നിട്ട് കാര്യമില്ല. നാവീന്ന് വേണ്ടാത്തത് വന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാതെ ഒരനുഗ്രഹവും തുറക്കത്തില്ല. കഴിഞ്ഞ ദിവസങ്ങൾ 2 ആഴ്ചകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ പറ്റിയാണ്. ഞാൻ കുടുംബത്തിൻ്റെ ക്ലാസ്സിൽ, ബൈബിൾ ക്ലാസ് വെള്ളിയാഴ്ചകൾ ഇപ്പോൾ ചർച്ച വെച്ചാണല്ലോ നടക്കുന്നത്. മറ്റത് എല്ലാ ഏരിയകളിലും നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം മുതൽ, ഈ മാസം മെയ് മാസം മുതൽ എല്ലാ ഏരിയയിൽ നിന്നുള്ള ആളുകൾ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് തൊടുപുഴക്കാർ മാത്രം മിസ് ചെയ്തു. തൊടുപുഴക്കാർ ഈ ആഴ്ചയിൽ എല്ലാവരും വരുമെന്ന് എനിക്ക് വിശ്വാസമാണ്. കാരണം തൊടുപുഴയ്ക്ക് നിങ്ങൾ ബസ് കയറിയ ദൂരത്തിൻ്റെ പകുതിയേ ഉള്ളൂ. മൂവാറ്റുപുഴയ്ക്ക് വരാൻ ബസ് കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് വൈകുന്നേരം 7:30 മണിയാകുമ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കണം. അതുകൊണ്ട് എല്ലാവരും കഴിവതും നേരത്തെ വന്ന് സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 7 മണി എന്ന് ഞാൻ പറഞ്ഞത് വർഷിപ്പിൻ്റെ സമയമാണ്, ആരാധനയുടെ സമയമാണ്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ പെരുമ്പാവൂർ ഏരിയയിലുള്ളവരായിരിക്കും ബൈബിൾ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് ഓർപ്പിക്കുന്നു. എന്ന് കരുതി മറ്റുള്ള ഏരിയക്കാരും വരാതിരിക്കരുത്, ക്ഷമിക്കണം. ഇവിടെ ഇല്ല, ഓക്കെ, സോറി. ഞാനത് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു. മൂവാറ്റുപുഴ കഴിഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച കോലഞ്ചേരി ഏരിയയിലോട്ട് ആക്കുന്നു. കോലഞ്ചേരി ഏരിയയിലുള്ള ലീഡേഴ്സ് ശ്രദ്ധിക്കുക. കോലഞ്ചേരി ഏരിയയിലുള്ളവരായിരിക്കും അടുത്ത ബൈബിൾ ക്ലാസ് വെള്ളിയാഴ്ചത്തെ 7 മണി മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങി അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ ഒറ്റ വാക്കിലെന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ പറ്റിയാണ്. നമ്മൾ രാഷ്ട്രീയ പ്രസംഗത്തിലും മറ്റുള്ള പല മതപ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ്, ഒരു രാജ്യം നന്നാകണമെങ്കിൽ ആര് നന്നാവണം? സംസ്ഥാനങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് കേട്ടില്ലേ എന്തെല്ലാം പ്രസംഗങ്ങളാണ് കേട്ടത്? നമ്മുടെ രാജ്യത്തെ ഭദ്രതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനങ്ങൾ നല്ല ഭരണത്തിലേക്ക് പോകണം. അങ്ങനെ നല്ല ഭരണങ്ങൾ ഉണ്ടായാൽ സംസ്ഥാനങ്ങളിൽ നല്ല ജില്ലകൾ രൂപപ്പെടും. നല്ല ജില്ലാ ഭരണങ്ങൾ ഉണ്ടായാൽ നല്ല പഞ്ചായത്തുകൾ ഉണ്ടാകും. നല്ല പഞ്ചായത്തുകൾ ഉണ്ടായാൽ നല്ല കുടുംബങ്ങൾ ഉണ്ടാകും. നല്ല കുടുംബങ്ങൾ ഉണ്ടായാൽ രാജ്യം നന്നാവും എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. അത് വളരെ സത്യമാണ്. നല്ല ഭരണം ഉണ്ടായാൽ നല്ല കുടുംബങ്ങളുണ്ടാകും, സത്യമാണ്. പക്ഷേ ദൈവസഭയ്ക്കകത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്
വരുന്നതിൻ്റെ പിന്നിലെ ഒരു 60% റീസ്, എല്ലാവരും അല്ല ചിലരെങ്കിലും, ഒരു 60% കാരണം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നിരുന്ന് എങ്ങനെയെങ്കിലും അനുഗ്രഹം പ്രാപിച്ച് വീട്ടിൽ പോകണം. അങ്ങനെ വരുന്ന കരങ്ങൾ എഴുതുക, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ദൈവസഭയിൽ വരുന്നത് അനുഗ്രഹം പ്രാപിച്ച് പോകാനാണ്. കൊണ്ടോ ആരുമില്ല, ഇപ്പം ആരുമില്ല. എന്തോ കാര്യം മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചാൽ, എന്തോ പിന്നിലുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരുന്നത്, ചർച്ചിൽ വരുന്നത് കർത്താവിനെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിപ്പാനാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ കൈ ഉയർത്താനാണ് ഞാൻ പറഞ്ഞേ. കുഴപ്പമില്ല, ഉയർത്തിക്കോ, തിരുത്താം. പക്ഷേ ബൈബിള് പറയുന്നത് അങ്ങനല്ല. ബൈബിള് പറയുന്നത് വീട്ടിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാക്കി ചർച്ചിൽ വന്ന് കൊണ്ടേ കൊടുക്കണം. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും കൂടെ വീട്ടിൽ ഇരുന്ന് അനുഗ്രഹം ഉണ്ടാക്കണം. ആ അനുഗ്രഹം ഉണ്ടാക്കുന്ന വാക്കുകൾ സംസാരിക്കണം, ആ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന രീതികൾ പെരുമാറണം. എന്നിട്ട് അനുഗ്രഹത്തോടെ നമ്മൾ പാടി വിടുമ്പം അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം എന്നാ പാടുന്നത്. ഞാൻ പറയുന്നത് വരുന്നത് അനുഗ്രഹത്തോടെ വന്നാലുണ്ടല്ലോ. കാരണം ആദിമസഭയിൽ അങ്ങനെ ആയിരുന്നു എല്ലാവരും വന്നത്. അനുഗ്രഹത്തോടെ വന്നുകൊണ്ട് സഭയ്ക്കകത്ത് ഒന്നിനും കുറവില്ലായിരുന്നു. അല്ലാണ്ട് സഭ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വീട്ടിലോട്ട് പോകാമെന്നല്ല കരുതിയത്. ചർച്ച് വരുന്നത് ദൈവസഭ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സൈഡുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ വലതുപക്ഷമാണോ അതോ ഇടതുപക്ഷമാണോ? എവിടാ? എൻ്റെ പക്ഷത്തിൽ, ഞാൻ ഈ പറഞ്ഞ ദൈവത്തിൻ്റെ പക്ഷം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളൊന്ന് ചേർത്തടിച്ചേ. വീട്ടിൽ ഉണ്ടാക്കാത്ത അനുഗ്രഹം ചർച്ചിൽ തരാമെന്ന് ദൈവം പറഞ്ഞില്ല. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ മക്കൾക്ക്, നിന്റെ തലമുറയ്ക്ക് എങ്ങനെ ജീവിച്ച് കാണിക്കണമെന്ന് നീ ചെയ്ത് കാണിച്ചാൽ നിന്നെ അനുഗ്രഹിക്കാമെന്നാണ് പറഞ്ഞേ. നീ വീട്ടിൽ നിന്റെ തലമുറയ്ക്ക്, നിന്റെ കുടുംബത്തിന് എങ്ങനെ പെരുമാറണമെന്നുള്ള രീതി പ്രമാണിച്ച് കാണിച്ചിട്ട് വരുവാണെങ്കിൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞേ. അല്ലാതെ നീ ഒരു 21 ഇരുന്നാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. നീ കഠിനോപവാസം എടുത്താൽ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. വീട്ടിൽ എന്താണോ അതേ പുറത്തു വരത്തുള്ളൂ. വീട്ടിൽ പ്രശ്നമാണെങ്കിൽ പുറത്തും പ്രശ്നമാണ്. വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പുറത്തും സമാധാനക്കേടാ. നമ്മുടെ ഭവനങ്ങളെയാണ് കർത്താവ് പണിയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം ആദ്യം സ്ഥാപിച്ചത് സഭയല്ല, ദൈവം ആദ്യം സ്ഥാപിച്ച കുടുംബമാണ്. ദൈവം ആദ്യം സ്ഥാപിച്ചത് സംഘടനയല്ല. ദൈവത്തിൻ്റെ മഹത്വത്തെ റിലീസ് ചെയ്യാൻ, ഈ ലോകത്തിന് അനുഗ്രഹമായി നിൽക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചത് 2 വ്യക്തികളെയാണ്, അഥവാ ഒരു കുടുംബത്തെയാണ്. അതിൽ നിന്നാണ് മുഴുവൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടത്. അവിടെ നിന്നാണ് അനുഗ്രഹങ്ങൾ വരേണ്ടതെങ്കിൽ നമ്മളുടെ ഭവനങ്ങൾക്കകത്ത് ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ വരുന്ന ഈ ആഴ്ച എത്രാം തീയതിയാണ്? ഞാനിവിടെ ഉണ്ട്. ഓക്കെ, ഈ ആഴ്ച വെള്ളിയാഴ്ച നിങ്ങൾ കടന്നു വരണം. 15-ാം തീയതി കടന്നു വരണം. വൈകിട്ട് 7:30 എന്ത് വില കൊടുത്താലും കടന്നു വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 2 ക്ലാസ്സും സമ്മറി ചെയ്യും. കാരണം എനിക്കൊരാഗ്രഹമുണ്ട്, ചർച്ചിൻ്റെ അകത്ത് വരുന്ന ഒരു കൂട്ടം കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിങ്ങോട്ട് വരണം. ഇവിടുന്ന് അനുഗ്രഹം കൊണ്ട് പോയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് സംസാരിച്ച് കളയരുത്. നമുക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ അനുഗ്രഹം പ്രാപിക്കുന്ന പ്ലേസ് ചർച്ചും അനുഗ്രഹം കളയുന്ന സ്ഥലം കുടുംബമാണ്. നമുക്കെന്ന് ഉദ്ദേശിച്ച എല്ലാവരെയൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉള്ളവരെ അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോയ ചർച്ചിലെ കാര്യമായി പറയുന്നത്, പുറത്തുള്ളവരെ. ഇവിടെ മൂവാറ്റുപുഴയുള്ളവരെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്, എല്ലാം വളരെ നല്ല ആൾക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയ സ്ഥലങ്ങളിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം, നമ്മുടെ എന്ന് ഉദ്ദേശിച്ച ചർച്ചിൻ്റെ അല്ല, ഗ്ലോബൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു പ്രശ്നം, അവരെല്ലാം എന്തോ ഇവിടുന്ന് ചാർജ് ചെയ്യാൻ വരിക. ഇവിടുന്ന് ചാർജ് ചെയ്യും, പോണ വഴിക്ക് സംസാരിക്കും. അതല്ലേ എമ്മൂസിലേക്ക് പോയ 2 പേര് തർക്കിച്ചും ബാധിച്ചും കൊണ്ട് പോയി. യെരുശലേമിൽ നിന്ന് എമ്മൂസിലോട്ട് പോയി. യെരുശലേം ആരാധനയുടെ സ്ഥലമാണ്. ആരാധന സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ചർച്ചയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇറങ്ങിയപ്പോഴേ തർക്കമായി. 1ഉം 2ഉം പറഞ്ഞ് പിന്നെ അങ്ങ്. അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ അനുഗ്രഹം ഉത്ഭവിക്കുന്ന ചർച്ചയിൽ നിന്നായി പോയതുകൊണ്ടാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അനുഗ്രഹം എൻ്റെ വീട്ടിൽ നിന്ന് ഉത്ഭവിക്കണം? അയ്യോ, കുറേ പേർക്ക് ഇപ്പോഴും ആഗ്രഹമില്ല കേട്ടോ. എൻ്റെ പൊന്നു പാസ്റ്റർ, ഞങ്ങളെ ഒന്നും അങ്ങനെ അടിക്കണ്ട, ഞങ്ങൾ നന്നാവത്തില്ല പാസ്റ്ററെ, എത്ര തല്ലിയിട്ടും കാര്യമില്ല, ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയുന്ന ചിലർ ഞാൻ കാണുന്നു. എൻ്റെ വീടൊന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരൊന്നുണ്ടെങ്കിൽ കൈവയ്ക്കേ. നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിൻ്റെ നാവ് അനുഗ്രഹിക്കപ്പെടണം. എല്ലാത്തിൻ്റെ ഉത്ഭവം ഇവിടുന്ന്. അതൊന്നും നന്നായുണ്ടല്ലോ വീട്ടിൽ നിന്ന് അനുഗ്രഹത്തോടെ വരും. മാത്രമല്ല, അങ്ങനെയുള്ളൊരു 10 കുടുംബം ചർച്ചിൻ്റെ ഡോറെ കൈപിടിക്കുമ്പോൾ ചർച്ചിൻ്റെ അകത്ത് അഭിഷേകം ചലിക്കും. അങ്ങനെയുള്ളൊരു 10 കുടുംബം ഫ്രണ്ടിൽ വന്നിരുന്ന ഹല്ലേലൂയ പറഞ്ഞാണ്ടല്ലോ
തീ, ലിറ്ററലി അഗ്നി ഇതിൻ്റെ അകത്ത് ചലിക്കും. ഒരു ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. എനിക്കിന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്തോ? നിങ്ങളുടെ ഉള്ള ആത്മീയത തണുത്ത് കെടുത്തിയോ? ഇല്ല. ഇത് സത്യമാണ് ഞാനീ പറയുന്നത്. ചർച്ച് അനുഗ്രഹം കൊടുക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത് മാത്രം. നമ്മൾ കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. പുറത്തുള്ളവർക്കും ചർച്ച് ഒരു ബ്ലെസ്സിങ് ആയിരിക്കണം. മൂവാറ്റുപുഴ പട്ടണത്തിന് ചർച്ച് ഒരു അനുഗ്രഹമായിരിക്കണം. നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ടാലേ പട്ടണം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. നമ്മളെല്ലാം അനുഗ്രഹം വാങ്ങാൻ വന്നാൽ പിന്നെ ഈ അനുഗ്രഹം ആരുണ്ടാക്കി കൊടുക്കും? നമ്മൾ അനുഗ്രഹത്തെ കൊടുക്കാൻ വേണ്ടി വിളിച്ചവരാണ്. നമ്മൾ സമ്പത്തിനെ കൊടുക്കാൻ വേണ്ടി വിളിച്ചവരാണ്. നമ്മൾ സമാധാനത്തെ കൊടുക്കാൻ വേണ്ടി വിളിച്ചവരാണ്. ആ സമാധാനം ഉണ്ടാക്കേണ്ട സ്ഥലം നിന്റെ ഭവനമാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവ്, ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ദൈവിക സമാധാനങ്ങൾ ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകലിൽ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ബുധനാഴ്ച മീറ്റിംഗ് പോലെ ഈ ആഴ്ചയിലും നമുക്ക് ബുധനാഴ്ച പ്രാർത്ഥന ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് നമ്മൾ കൂടി വരുന്നു. ഈ ആഴ്ച 10:30 മണിക്ക്, ബുധനാഴ്ച 10:30 മണിക്ക് ചർച്ചിൽ വെച്ച് ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരണം. കർത്താവിൻ്റെ പാസ്റ്റർ ജോജോ ശുശ്രൂഷിപ്പാനായി ഈ ബുധനാഴ്ച നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കോലഞ്ചേരി ഏരിയക്കാർ ശ്രദ്ധിക്കുക. കോലഞ്ചേരി ഏരിയയുടെ മീറ്റിംഗ് ഈ വരുന്ന 16-ാം തീയതി ജോബി ബ്രദറിൻ്റെ വീട്ടിൽ വെച്ച് രാത്രിയിൽ 7 മണിയോടുകൂടെ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച 16-ാം തീയതി കോലഞ്ചേരി ഏരിയയിലുള്ള എല്ലാ ദൈവമക്കളും മുഴുവൻ ദൈവദാസന്മാരെയും ആ പ്രാർത്ഥനയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ ശ്രദ്ധിക്കുമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ വെള്ളിയാഴ്ച നമ്മുടെ ബൈബിൾ ക്ലാസ് ചർച്ച വെച്ച് നടക്കുന്നു. എല്ലാ ഏരിയയിലുള്ളവരും ഒന്ന് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രഭാത പ്രാർത്ഥന ഈ ആഴ്ചയിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൂത്താട്ടുകുളം ഏരിയയ്ക്ക് പ്രഭാത പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ സ്വർഗം സഹായിച്ചു. എല്ലാ 5 മണിക്കും സൂമിലുള്ള പ്രഭാത പ്രാർത്ഥനയ്ക്ക് കർത്താവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ശക്തമായ ദിവസം കർത്താവ് നമ്മൾ ഉപയോഗിക്കട്ടെ. എല്ലാവർക്കും നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ വരുന്ന ആഴ്ചയിൽ പ്രഭാത പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് തൊടുപുഴ ഏരിയയിലുള്ളവരായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. തൊടുപുഴ ഏരിയയിലുള്ള മക്കൾ ശ്രദ്ധിക്കുക. തൊടുപുഴക്കാരുടെ വീക്കാണ്. ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നു. പലർക്കും നമുക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരായിരിക്കാം, പ്രായമുള്ളവർ, ശരിയാണ്. പക്ഷേ എല്ലാ പ്രഭാത പ്രാർത്ഥനയിലും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ള കാര്യം ബോധ്യത്തോടെ, ചിലപ്പോൾ ഫോണിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കാം. നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ അങ്ങനത്തെ ഫോൺ ആയിരിക്കത്തില്ല. നിങ്ങൾ ദയവായി നിങ്ങളുടെ ലീഡറിനെ വിളിച്ച് നാളത്തെ പ്രഭാത പ്രാർത്ഥനയിൽ എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, നാളെ അത് ഫില്ലായിപ്പോയെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഒരു കുഴപ്പമില്ല. 7 ദിവസം നമുക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ട്. എല്ലാ വ്യക്തികളും പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ആ ഏരിയയിൽ നിന്നുള്ളവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു കാര്യം ചെയ്താൽ, അത് ഏറ്റെടുത്താൽ കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുകയും ലീഡേഴ്സിനോട് അറിയിച്ചിട്ടേ അതിൽ നിന്ന് പിന്മാറാവൂ. പെട്ടെന്നുണ്ടാകുന്ന ക്രമീകരണങ്ങൾ, പ്രഭാതത്തിൽ ഒരാളില്ലാതെ പെട്ടെന്ന് വന്നാൽ അത് വിളിച്ച് അറേഞ്ച് ചെയ്യാനും എഴുന്നേൽപ്പിക്കാനും ഒക്കെ ആ സമയം അത്ര യോഗ്യമല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ കഴിയുന്ന നേരത്തെ, നിങ്ങൾക്ക് നാളത്തെ പ്രഭാതത്തിൽ ഏറ്റെടുത്ത പ്രോഗ്രാം ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ തലേ രാത്രിയിൽ നേരത്തെ തന്നെ ആ ലീഡറിനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക, അറിയിക്കുക, അതിനുള്ള ക്രമീകരണം ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരാളോട് ഏൽപ്പിച്ചതിന് ശേഷം, ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ലീഡർ ബുദ്ധിമുട്ടുണ്ട്, ഇനി രാത്രി കണ്ടുപിടിക്കേണ്ട, ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്നയാളെ ഞാൻ പറഞ്ഞ് കറക്റ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉത്തരവാദിത്വം വേറെ ആളെ ഏൽപ്പിച്ചിട്ടേ മാറാവൂ. നമ്മളേറ്റ ഉത്തരവാദിത്വം ഉദാസീനമായി ചെയ്യാതിരുന്നാൽ അത് ശുശ്രൂഷയെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് യൂത്ത് മീറ്റിംഗ് ഈ ഹാളിൽ വെച്ചുണ്ടായിരിക്കും എന്നുള്ള യുവജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ ആരെങ്കിലും ന്യൂ അഡ്മിഷൻ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഡെസ്കിൽ കണ്ടേച്ചേ പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. സൺഡേ സ്കൂളിന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഫ്രണ്ട് ഡെസ്കിൽ പോയി പറഞ്ഞ് നിങ്ങളുടെ കുട്ടികളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തിട്ടേ പോകാവൂ. ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ എല്ലാ പ്രായക്കാർക്കും ഉള്ള ക്ലാസ്സുകൾ രാവിലെ 8:30 മണി മുതൽ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് സംബന്ധിക്കുക. ഇപ്പോൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷനാണ്. ഈ വരുന്ന ജൂൺ മാസം മുതൽ വീണ്ടും ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് പുതിയ അഡ്മിഷനുകൾ ഓപ്പൺ ആവുമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളതിന് വേണ്ടി ബലപ്പെടുത്തുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ സൺഡേ സ്കൂളിൻ്റെ പ്രോഗ്രാമും ഉണ്ടെന്നുള്ളത് സൺഡേ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ അവരെ പ്രോഗ്രാമിന് വേണ്ടി ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഉടനെ തന്നെ ഫുഡെല്ലാം കഴിക്കുന്നതിന് മുൻപായിട്ട് കുഞ്ഞുങ്ങളും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ബാൽക്കണിയിലോട്ട് കയറി ചെല്ലണമെന്ന് ടീച്ചേഴ്സ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ടീച്ചേഴ്സ് ഒരുക്കമാണ്. എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും കൈവയ്ക്കാട്ടെ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാം കൈവയ്ക്കാട്ടെ. വെക്കേഷനായിട്ട് എല്ലാവരും നാട്ടിലും വീട്ടിലൊക്കെ പോയോ?
ആരെയും കാണുന്നില്ലല്ലോ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ ശക്തമായി നന്നായിട്ട് കൈ ഉയർത്തിയാട്ടെ. ആമേൻ. ആ കൈ ഒന്ന് അടിച്ച്, സൺഡേ സ്കൂൾ കുഞ്ഞിൻ്റെ കൈ ഒന്ന് അടിച്ച് എല്ലാവരും ചേർത്ത്. പോരാ 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 പോരാ, നന്നായിട്ട് ശക്തിയോടെ നടിച്ച്. എല്ലാവരും ഇല്ലെന്ന് തോന്നുന്നു കൈയടി കേട്ടിട്ട്. എന്നാലും മറ്റുള്ള കുഞ്ഞുങ്ങളോട് അറിയിക്കുക, അടുത്ത ആഴ്ച നമുക്ക് സൺഡേ സ്കൂളിൻ്റെ പ്രോഗ്രാമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരുങ്ങി വരാൻ വേണ്ടി ഓർപ്പിക്കുന്നു. ഇന്ന് യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് യൂത്തിനോട് സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരും നിൽക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ യൂത്ത് മീറ്റിംഗ് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുണ്ട്. യുവഹൃദയങ്ങളുടെ ചിന്തകളെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് യുവഹൃദയങ്ങൾക്കകത്തുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്യുന്ന സെഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രായമായിട്ടും യുവഹൃദയത്തിൻ്റെ ചിന്തകളുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ നന്നായിരിക്കും. നിങ്ങളോട് യുവഹൃദയങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും സെക്ഷനൊക്കെ ആയിട്ട് നല്ലൊരു സമയം നമുക്ക് വേർതിരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 2 മണിക്ക് പ്രാർത്ഥനയോട് കൂടി വരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായിട്ട് കർത്താവിൻ്റെ പാസ്റ്റർ ജിയോ പാസ്റ്റർ ഓൾ ഇന്ത്യ മിഷൻ ട്രിപ്പിനോടുള്ള ബന്ധത്തിൽ ജിയോ പാസ്റ്റർ മാത്രമല്ല, ജസ്റ്റിനും സുജിത്തും, ദയവായിട്ട് ജസ്റ്റിനും സുജിത്തും എഴുന്നേറ്റ് നിൽക്കാവോ? ജസ്റ്റിനും സുജിത്തും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ജസ്റ്റിന് ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരൂ. കമോൺ, ഫ്രണ്ടിലോട്ട് വരൂ. വാ മക്കൾ, 2 സീറ്റ് ആചാച്ചന്മാർക്ക് കൊടുത്തേ. നിങ്ങൾ ഒന്നങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് 2 സീറ്റ് ഒന്ന് വിട്ടുകൊടുത്തേ. അവർ മുന്നോട്ട് വന്നിരിക്കട്ടെ. ഒരു മിഷൻ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് പുറകിൽ പോയി ഇരുട്ടത്തിരിക്കാനല്ലല്ലോ ദൈവം നിങ്ങളെ വിളിച്ചത്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിക രാജിക പുരോഹിത വർഗം ആയതുകൊണ്ട് ഇന്ന് മുതൽ ശുശ്രൂഷകന്മാരെല്ലാം ഫ്രണ്ടിരിക്കാൻ പറയുമ്പം ഇങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ പോയവർ ഡോറിൻ്റെ അവിടെ നിൽക്കരുത്, ഓടി വന്ന് ഫ്രണ്ടിൽ വന്നിരിക്കണം. കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. കാരണം അവർ വരും കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഘോഷിപ്പാനുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പുറകിൽ പോയിരിക്കാനുള്ളവരല്ല. പുറകിൽ ആരും ഇരിക്കണം എനിക്ക് ഇഷ്ടമല്ല. കഴിയുമെങ്കിൽ എല്ലാവരും ഫ്രണ്ടിരിക്കണം എനിക്കിഷ്ടം. പക്ഷേ നമുക്ക് സ്ഥലമില്ലല്ലോ. പക്ഷേ എന്നാലും താല്പര്യമുള്ളവരൊക്കെ ഫ്രണ്ടിൽ വന്നിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ദാസന് അല്പസമയങ്ങൾ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജോ നമ്മുടെ മധ്യത്തിലുണ്ട്. ബെഞ്ചമിൻ പാസ്റ്റർക്ക് അടുത്ത ആഴ്ച ഒരു സമയം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം കർത്താവിൻ്റെ ദാസൻ യാത്രയോടുള്ള ബന്ധത്തിൽ കുടുംബമായിട്ടായിരിക്കുന്നു. ഈ വരുന്ന മാസത്തിൻ്റെ ഒടുവിൽ താനും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും ആശീർവാദങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അല്പസമയത്തിന് ഉള്ളിലായിട്ട് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരും. ഇപ്പോൾ സ്തോത്ര കാഴ്ചയ്ക്കുള്ള സമയമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ദയവായി സ്തോത്ര കാഴ്ചയുടെ ക്രമീകരണങ്ങൾ ഞാൻ അവിടെ ക്രമീകരിച്ചിരുന്നു. നിങ്ങൾക്കത് ലഭിച്ചില്ലെങ്കിൽ ദയവായി ആ ഉത്തരവാദിത്തങ്ങൾ ജിതിൻ ബ്രദർ ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി പാസ്റ്റേഴ്സ് റൂമിലുള്ള കാര്യങ്ങളെടുത്ത് ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കാനുള്ള അവസരമാണ്. വാടിയ മുഖത്തോടെ ഒന്നും ആരും കൈ നീട്ടരുത്. ഇനി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടും കൊടുക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ചിരിച്ച മുഖത്തോടെ കൈ ചുരുട്ടി സ്തോത്രം പറഞ്ഞാൽ മതി. കർത്താവ് അതിനകത്ത് ഭയങ്കരമായിട്ട് നിറയ്ക്കും. ആമേൻ. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്തൊരു നല്ലൊരു താല്പര്യം വേണം. ഞാനിത് ഒരു പൈസ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുവല്ല, ചർച്ചിൻ്റെ ചെലവിലോട്ടുള്ള ഫണ്ടല്ല, ഇതെൻ്റെ ആരാധനയാണെന്നുള്ള ബോധ്യം വേണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്, വർഷിപ്പാണ്. ആ വർഷിപ്പിനകത്ത് ഹൃദയം ഉണ്ടെങ്കിൽ കർത്താവിന് ആരാധന സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ദൈവവേലയ്ക്ക് കൊടുക്കുന്ന ഒരു ആരാധനയായിട്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള നന്മകളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ് ഈ നിമിഷം. പ്രാർത്ഥനയോടെ ദിവസം നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വില കൊടുക്കാനുള്ള നന്മകളെ കയ്യിലെടുത്ത് പിടിക്കാം. നിങ്ങൾ ഓൺലൈൻ വഴി കാര്യങ്ങളെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അഷേഴ്സിൻ്റെ പക്കലുണ്ട്. അവരടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരുമെന്ന് ഓർപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ക്രമീകരിച്ച് പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. ഒരു നിമിഷം എല്ലാ ഹൃദയങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏകാഗ്രമാക്കി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആമേ ഞാൻ അങ്ങേ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു എൻ്റെ ആരാധനയുടെ ഒരു രീതിയിലോട്ട് ഞാൻ വരിക. കർത്താവിൻ്റെ വേലയ്ക്ക് എൻ്റെ നന്മകളിൽ നിന്ന് ഞാൻ കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ വരിക. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ആ കയ്യിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവവേലയ്ക്ക് വേണ്ടി എടുത്തവർ കയ്യിലൊന്നും പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ ആദരങ്ങളും സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ ആദരങ്ങളും സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ ആദരങ്ങളും സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു സമർപ്പണത്തിലേക്കും സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് വർദ്ധിപ്പിക്കണമേ. 100 മടങ്ങ് പ്രതിഫലം കൊണ്ട് കർത്താവ് മക്കളെ നിറയ്ക്കണമേ. ഒരു വിത്ത് വിതയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ ആ കരത്തിൽ ആ വിത്തിനെ എടുത്ത് പിടിക്കാമോ? ഒരു സീഡ് എങ്ങനെയാണോ ഒരു കർഷകൻ ഒരു വിത്ത് വിതയ്ക്കുന്നത് എന്നതുപോലെ ആ കരത്തിൽ ദൈവിക നന്മകളെ ഒന്ന് പിടിച്ചാട്ടെ. ആമീൻ. ഒരു വിത്ത് വിതയ്ക്കുന്ന ലാഘവത്തോടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വയലിലോട്ട് എറിയുന്ന ഒരു മനോഭാവത്തോടെ, ആരാധനയോടെ, സ്തോത്രത്തോടെ, പ്രാർത്ഥന
പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഈ കാര്യങ്ങളെ കർത്താവ് ബലപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശേസ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ സ്വത്രവാഴ്ചയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദയവായി പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ആരും ദയവായി ഇരിക്കാതെ ഒരു നിമിഷം സമർപ്പണത്തോടെ സ്തോത്രാഴ്ച നിങ്ങൾ നിക്ഷേപിച്ച് സകല സ്തുതികൾക്കും യോഗ്യനായ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ എല്ലാ കണ്ണുകളും ഒരു നിമിഷം കർത്താവിൻ്റെ മുമ്പാകെ സമർപ്പണത്തോടെ അടച്ച് ഒരു നിമിഷം യേശുനാഥ വരുന്നു ഞാനിന്നു നിൻ സന്നിധേ, പൂർണ്ണമായെന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥ. സ്തുതിക്കു യോഗ്യനാം യേശുനാഥ വരുന്നു ഞാനിന്നു നിൻ സന്നിധേ, പൂർണ്ണമായെന്നെ ഞാൻ നൽകിയിടുന്നു, പകരുക ശക്തി എന്നിൽ നാഥ. യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല, സ്വർഗത്തിലുമിന്നു ഭൂമിയിലുമിന്നു നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. പത്മോസിൻ ദ്വീപിൽ ഞാനേകനായാലും തീച്ചൂളയൻ മധ്യേ ആയിടിലും, പത്മോസിൻ ദ്വീപിൽ ഞാനേകനായാലും തീച്ചൂളയൻ മധ്യേ ആയിടിലും, കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും, മാറോടു ചേർത്തന്നെ അണച്ചിടും, കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും, മാറോടു ചേർത്തന്നെ അണച്ചിടും. യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ, നിനക്കു തുല്യനായി ആരുമില്ല, സ്വർഗത്തിലുമിന്നു ഭൂമിയിലുമിന്നു നിനക്കു തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലെ ഇന്ന് അക്കരങ്ങളെല്ലാം ഉയർത്തി പാടിക്കുക. യേശുവേ, യേശുവേ നീ മാത്രം. ഒരു സമർപ്പണത്തോടെ ദൈവവചനത്തിന്റെ കേൾവിക്ക് ആ ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് പാടുക. സ്വർഗത്തിലുമിന്നു ഭൂമിയിലുമിന്നു നിനക്കു തുല്യനായി ആരുമില്ല, കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ, കൃപയുടെ ആധിക്യത്താലെ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. നിൻ സ്നേഹത്തിൻ്റെ ആഴമത്രയോ വർണ്ണിച്ചിടാനെനിക്കാ. ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞ കർത്താവിനോട്, നിൻ സ്നേഹത്തിൻ്റെ ആഴമത്രയോ വർണ്ണിച്ചിടാനെനിക്കാവുന്നില്ലേ,
കൃപയുടെ ആധിക്യത്താലെ നടത്തിയിടുന്ന എന്റെ യേശുനാഥ. ഇന്നലെ രാവിലെ അനുഗ്രഹിക്കപ്പെട്ട മാസയോഗം പെരുമ്പാവൂർ വെച്ച് നടക്കാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് കർത്താവിന്റെ ദാസൻ ജിയോ പാസ്റ്ററെ ഓണർ ചെയ്ത് നമ്മൾ കൈയടിച്ച് സ്വീകരിച്ചതാണ്. കാരണം ഒരു മിഷണറി മിഷൻ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു മിലിറ്ററിക്കാരൻ തിരിച്ചു വരുന്ന പോലെ സ്വീകരിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഒരു സ്വീകരണം കൊടുത്തതാണെങ്കിലും ഇന്ന് ആ കരങ്ങളെല്ലാം ഒന്ന് അടിച്ച് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യാം. അല്പം മിനിറ്റുകൾ കർത്താവ് കൊടുക്കുന്ന വചനത്തിൽ ഷെയർ ചെയ്യും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജോ വചനത്തിൽ നിന്ന് ശക്തമായി സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. God bless. Praise the Lord. Hallelujah. എന്നോടൊപ്പം പ്രിയ ജസ്റ്റിനും സുജിത്തും ഒരു നിമിഷത്തേക്ക് മുന്നോട്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. 2 പടയാളികൾ കൂടി ഉണ്ട്. അവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരമടിച്ച് പ്രിയ മക്കളെ വേഗത്തിൽ ഓടിവാ. സ്തോത്രം. Praise the Lord. Hallelujah. നമുക്കൽക്കാലം സന്തോഷമുള്ള അതരങ്ങളുള്ള ദൈവമക്കൾ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ നാവിൽ നിന്നാണ് എല്ലാ അനുഗ്രഹവും പുറപ്പെടുന്നതെങ്കിൽ ഈ നാവിൽ നിന്നും അനുഗ്രഹത്തിൻ്റെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഒരു ശബ്ദം പുറപ്പെടുവിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. അത്യുച്ചത്തിൽ പ്രാരംഭത്തിൽ ജസ്റ്റിൻ, അതിനുശേഷം സുജിത്ത് ഓരോ വാക്കിൽ നിങ്ങളുടെ നന്ദിയും അവരുടേതായ അനുഭവം ഒറ്റ മിനിറ്റിൽ പറയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 2 മാസക്കാലം ദൈവത്തിൻ്റെ കരുതലും കൃപയും ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നമ്മൾ വിചാരിക്കുന്ന മോർ ദാൻ അവർ എക്സ്പെക്റ്റേഷൻസ്. ഞങ്ങൾ വിചാരിച്ചത് പോലെയൊന്നും അല്ല മിഷൻ ട്രിപ്പ്. ഇപ്പോൾ നേരത്തെ പോയ മിഷൻ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരിക്കും. കുറച്ചും കൂടി അത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ പോയത്. പക്ഷേങ്കിൽ ഫ്രം സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ പ്രസൻസും ദൈവത്തിൻ്റെ കരുതലും ഫീൽ ചെയ്തു. എല്ലാ പ്രൊഫഷനാണെങ്കിലും, ഇൻ കേസ് താമസിക്കാനുള്ള സ്ഥലമാണെങ്കിലും ഫുഡാണെങ്കിലും യാത്രകളിൽ കൂടെ ആണെങ്കിലും ദൈവത്തിൻ്റെ കരുതലും ആ ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേ ദേവദാസന്മാരായിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റി. മോറോവർ എനിക്ക് എങ്ങനെ എനിക്ക് കുറച്ച് ചിന്തകളുണ്ടായിരുന്നു, സംതിങ് ഒക്കെയാണ്. പക്ഷേങ്കിൽ അതൊക്കെ പൊളിച്ചു മാറ്റിയൊരു ജേണി ആയിരുന്നു ഇത്. ഒന്നുമല്ല, ബിക്കോസ് ഒന്നുമല്ല, കുറേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് ദൈവത്തിന് വേണ്ടി എന്നുള്ളൊരു ഇൻസൈറ്റ് തന്നൊരു ജേണിയായിരുന്നു. അപ്പോൾ ഈ ജേണി ദൈവത്തിനായി നന്ദി പറയുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ദൈവമക്കൾക്കും നന്ദി, പാസ്റ്ററിനും നന്ദി. നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പ്രൈസ് ലോർഡ്. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ ജോജോ പാസ്റ്റർ ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പാസ്റ്ററിന് ആ ഒരു സഭയെ പിരിഞ്ഞു നിൽക്കുന്ന അവിടെ എത്രത്തോളം നമുക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും എത്രത്തോളം ആളുകളോട് കൂടെ മിങ്കിൾ ചെയ്താലും ഇവിടെ ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് കൂട്ടായ്മ, അത് നമുക്ക് എവിടെ ചെന്നാലും കിട്ടത്തില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന ഓരോ ആരാധനയ്ക്കകത്താണെങ്കിലും നമുക്ക് തുള്ളിച്ചാടി നമുക്ക് ഫ്രീഡത്തോടു കൂടി ആരാധിക്കാം. പക്ഷേ ഫ്രീഡം ഇല്ലാതെ ഒരു ഒതുക്കത്തിൻ്റെ അകത്ത്, ഒരു ഞെരുക്കത്തിൻ്റെ അകത്ത് 1, 2, 3 പേര് 1, 2 പാട്ടോ പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കുകയും ഭയങ്കര റെസ്ട്രിക്ഷൻസോട് കൂടി നിൽക്കുക. നമുക്കിവിടെ നല്ല ഫ്രീഡം ഉണ്ട്. ആരാധനയ്ക്ക് കറക്റ്റ് സമയത്ത് വന്ന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കുക. പിന്നെ ഞങ്ങൾക്ക് ജേണിക്ക് വേണ്ടി ഞങ്ങളുടെ യാത്രയിലൊക്കെ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. കർത്താവ് ഒന്നിനും മുട്ടുവരുത്തിയില്ല. ഒരു കാര്യത്തിലും താമസ സൗകര്യമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാത്തിലും കർത്താവ് നന്നായിട്ട് നടത്തി. ഞങ്ങൾ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. Praise the Lord. Hallelujah. ഈ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ജേർണി ദാറ്റ് റിയലൈസിങ് ദ കോളിംഗ് അപ്പോൺ us. ഞങ്ങളെക്കുറിച്ചുള്ളതായ ദൈവിക വിളിയെ തിരിച്ചറിയുന്ന ഒരു യാത്രയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. Praise the Lord. Hallelujah. പലപ്പോഴും നാം നമ്മുടെ വിളിയെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ടാണ് നാം എത്തേണ്ടടുത്ത് എത്താൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്നതായ സ്പിരിച്വൽ ഫ്രസ്ട്രേഷൻ വളരെ അധികമാണ്. എന്നാൽ ടു ബി ഹോണസ്റ്റ്, വളരെ സന്തോഷത്തോടും വളരെ നിറഞ്ഞ ഹൃദയത്തോടും കൂടി പറയുന്നു,
നമ്മുടെ ഭാരതത്തെ നേടേണ്ടതിന് കേരളത്തിൽ നിന്ന് തന്നെ അനേകരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. പ്രൈസ് ജീസസ്. അതിൽ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. അതിൽ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഭാരതത്തെ പിടിക്കത്തക്ക നിലവാരത്തിൽ, ഭാരതത്തെ സുവിശേഷീകരിക്കത്തക്ക നിലവാരത്തിൽ ദൈവം ചിലരെ ഇതിനകത്ത് നിർത്തിയിട്ടുണ്ട്. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ദൈവം നിയോഗിച്ചതായ നിയോഗവും സഭ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വവും അത് വിശ്വസ്തയോടും നീതിയോടും കൂടെ പൂർത്തീകരിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ. പോയ വഴികളിലെല്ലാം പ്രിയ ദേവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്കൊന്നിനും മുട്ടില്ലാതെ വണ്ണം ഞങ്ങളെ പരിപാലിച്ചതായ ദൈവിക കരുതലിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശക്തമേറിയ പ്രാർത്ഥനയുടെ പിൻബലം ഞങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സമയങ്ങൾ വേർതിരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ ഞങ്ങളെ വഹിച്ചതായ എല്ലാ ദൈവമക്കളോടും കുടുംബങ്ങളുള്ളതായ നന്ദിയും സ്നേഹവും ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ യാത്ര ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. 2.5 മാസം കൊണ്ട് തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതായ ശനിയാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ദേവദാസൻ പറഞ്ഞു 2.5 മാസം കഴിയാണ്ട് നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉറച്ചു, ഏതാണ്ട് 2.5 മാസത്തിൽ ഈ ശുശ്രൂഷകൾ മുഴുവൻ കഴിയും അങ്ങനെ ചിന്തിച്ചു. എന്നാൽ 2 മാസങ്ങൾ പിന്നിടുമ്പോൾ ഞങ്ങൾ ഡൽഹി വരെ എത്തിയിട്ടുള്ളൂ. അതായത് ഏകദേശം 8 സ്റ്റേറ്റുകൾ മാത്രം കവർ ചെയ്ത് ഏകദേശം 9,000 കിലോമീറ്ററിന് മുകളിൽ വാഹനം ഓടിച്ച് അനേക ഗ്രാമങ്ങളിൽ ഞങ്ങൾ കൗണ്ട് ചെയ്തില്ല. എത്ര ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്തു, എത്ര സിറ്റികൾ, എത്ര ചർച്ചുകൾ വിസിറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ എഴുതിയിട്ടില്ല. എത്ര ദേവസ്വന്മാരെ കണ്ടു എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഓരോ ദിവസത്തെയും അപ്ഡേറ്റുകൾ ജസ്റ്റിൻ ഒരു ഡയറിയിൽ കുറിച്ച് വയ്ക്കുന്നുണ്ട്. അത് അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് അത് പബ്ലിഷ് ചെയ്യാനോ അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ, ഇൻസ്പിറേഷൻ ആകുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാനായിട്ട് നൽകുന്നതായ ഒരു ചെറിയ ചിന്ത മാത്രം വെച്ചിട്ട് ഞാൻ വേഗത്തിൽ മൈക്ക് ദേവദാസിന് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായിട്ടുള്ളതായ സ്വർഗീയ മന്ന പകരേണ്ടതിന് പ്രിയ ദേവദാസിനെ കർത്താവ് അത് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസ്തയോടെ തനത് ചെയ്യും. ആകിയാൽ നമുക്ക് പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ കാരണക്കാരൻ ആരാണ്? നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു വസ്തുത എന്നുള്ളത്, അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് താഴെ വീണത് എങ്ങനെ? അങ്ങനെയാണ് പാപം ഭൂമിയിൽ വന്നതെന്ന്. നോ, നെവർ. ബൈബിൾ പറയുന്നു ഏക മനുഷ്യനാൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനാൽ തന്നെയാണ് പാപം ലോകത്തിൽ കടന്നത്. അതേ സൃഷ്ടിയാൽ മരണവും ലോകത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് യേശു കർത്താവ് ദൂതൻ്റെ വേഷത്തിൽ വരാത്തത്. പകരം മനുഷ്യൻ്റെ ജന്മത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ച് എന്തിനാണെന്നറിയാമോ? ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു, മരണം സകലരും വ്യാപരിച്ചതുപോലെ തന്നെ ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ സകല മനുഷ്യരെയും വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയിലേക്ക് ദൈവം മനുഷ്യ അവതാരത്തിൽ അയച്ചു. അതത്രേ നമ്മുടെ കർത്താവും നസ്രായനുമായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ സത്യം ഇന്ന് പകൽക്കാലത്തിൽ അറിയാത്ത അനേകർ നമ്മുടെ സ്വന്തം സ്ഥലങ്ങൾ, വാസസ്ഥലങ്ങളിലുണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് അവരിലേക്ക് ഈ ശുശ്രൂഷ, ഈ വചനം എത്തിക്കുക, ഈ യാഥാർത്ഥ്യം എത്തിക്കുക എന്നുള്ളതായ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് പരിശുദ്ധ ആത്മാവ് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ തിരിച്ചറിയുന്ന ഒരു പകലായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസഭയിൽ ദൈവിക കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മയിൽ ദൈവസഭ എന്ന് പറയുമ്പോൾ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വാട്ട് ഈസ് മൈ ഫങ്ഷൻ, എന്നെക്കുറിച്ചുള്ളതായ ദൈവിക ഉദ്ദേശം എന്താണ്, ദൈവിക പദ്ധതി എന്താണ്, എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഉത്തരവാദിത്തം എന്താണ്, എന്നെക്കുറിച്ചുള്ളതായ ദൈവിക നിയോഗം എന്താണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുമ്പോഴാണ് നാം വ്യത്യസ്തരായി മാറുന്നത്. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു എന്താണ് ചെയ്തത്?
സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടതായ ഉത്തരവാദിത്തത്തെ പൂർണ്ണമായും അനുസരിച്ച് താൻ എന്ത് ചെയ്തു? ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവസാന തുളി രക്തം വരെയും കാൽവറിയിൽ നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി ഊറ്റി നൽകി തൻ്റെ ശരീരം മുഴുവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം കാൽവറിയിൽ അനുസരണമുള്ളതായ ഒരു യാഗമായി തീർന്നു. ആമേൻ. ഈ പകൽക്കാലത്തിൽ ഈ യാഥാർത്ഥ്യം എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വചനത്തിലെ ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 2 പത്രോസ് 3:9. ഹല്ലേലൂയ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. പിന്നെയോ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്ന എത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ഈ വാഗ്ദത്തം മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നതായ സബ്ജക്റ്റ് എന്നുള്ളത് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ആണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതായ വിഷയം, ടോപ്പിക്. ഹല്ലേലൂയ. കാരണം നമ്മളെല്ലാവരും പോകുവാൻ പറക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയും അത് തന്നെയാണ്, നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം അത് തന്നെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ നഗ്നമായ സത്യം എന്താണെന്ന് അറിയാമോ? തിരുവചനം പറയുന്നു, കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ചിലർ വിചാരിക്കുന്നു എന്തുകൊണ്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നു? ജാതി രാജ്യത്തോടും രാജ്യം രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് നാം കേൾക്കുന്നു. ആമേൻ. പട്ടിണി ഉണ്ടാകുന്നു. ആമേൻ. അതുപോലെ ഭൂകമ്പം ഉണ്ടാകുന്നു. അനേകർ മരണപ്പെടുന്നു. പൊടുന്നനെ ഭൂമി കീറുന്നു. പൊട്ടനെ പോലെ മത്തനെ പോലെ ചാഞ്ചാടുന്നു. അല്ലേ? ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിനൊരു ആഗ്രഹമുണ്ട്. ആരും നമുക്ക് അങ്ങനെയുണ്ടോ? നമ്മുടെ ആഗ്രഹം എന്താ? ഞാൻ രക്ഷിക്കപ്പെടണം. ഒന്നുകൂടെ കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും കൂടെ രക്ഷപ്പെടണം. മറ്റാര് രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം നാം തിരിച്ചറിയുമ്പോഴാണ്, കർത്താവേ, എന്താ എൻ്റെ മേൽ പകർന്നിരിക്കുന്നതായ ഉത്തരവാദിത്തം? വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി കൺസേണിംഗ് ദ ചർച്ച് ഓഫ് ദ ലോർഡ്? എൻ്റെ കർത്താവെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്താണ് കർത്തവ്യം? ഹല്ലേലൂയ. പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, കേരളം മുഴുവൻ 2-ാം വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഭാരതത്തിൽ 1-ാം വരവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആളില്ലാത്തത് മൂലം ഹല്ലേലൂയ അനേകർ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, 1-ാം വരവിനെ കുറിച്ച് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതായ ഭാരതം ഇതാ വിളവിനായി തയ്യാർ ചെയ്യപ്പെട്ട് കിടക്കുന്നതായ ഒരു കൊയ്ത്തുപാടം പോലെ തയ്യാറായി നിൽക്കുകയാ. ഹല്ലേലൂയ. വിളഞ്ഞു നിൽക്കുകയാ. പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ശക്തമായി ചിലരോട് പറയുന്നു, നിന്നെക്കുറിച്ചുള്ളതായ വിളി എന്താണ്? ഹല്ലേലൂയ. 60 വർഷങ്ങളായി 40 വർഷങ്ങളായി അതിന് മുകളിലായി കേരളം വിട്ട് മലയാളത്തിൻ്റെ സകലവിധമായ സന്തോഷവും സൗകര്യങ്ങളും വിട്ടെറിഞ്ഞിട്ട് ആമേൻ ഉഷര മരുഭൂമിയിൽ ഹല്ലേലൂയ അധ്വാനം ചെയ്യുന്ന, രക്തം വിയർപ്പു തുള്ളികളാക്കി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന അനേക മിഷൻ പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ പരിശുദ്ധ ആത്മാവ് ഈ തലമുറയിൽ നിങ്ങളെക്കുറിച്ച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇഫ് എനിവൺ ഹു റിയലൈസ് ദെയർ റിയൽ കോളിംഗ്. ഹല്ലേലൂയ. അവരുടെ മേൽ കിടക്കുന്നതായ യഥാർത്ഥമായ കോളിംഗ് എന്താണെന്ന് തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ വചനങ്ങളോട് പരിശുദ്ധ ആത്മാവ് പറയുകയാണ്, ഈ കംഫർട്ട് സോണിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഹല്ലേലൂയ നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ളതായ ഏതെങ്കിലും മിഷൻ പ്രവർത്തനത്തോട് ചേർന്ന് ഞാൻ ഒരു ജോലിക്ക് പോകും. നിങ്ങൾക്ക് വേണ്ടി ജോലി കാത്തിരിക്കുന്നുണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിൽ, ബൈബിൾ കോളേജുകളിൽ എന്ന് വേണ്ട മിഷൻ ഹോസ്പിറ്റലുകളിൽ ഒത്തിരി മിഷൻ ബേസ്ഡ് ആയിട്ടുള്ളതായ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലികൾ കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ യാത്ര ചിലരെ ആ നിലവാരത്തിലേക്ക് കയറ്റുന്നതായി മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് വരുവാൻ എന്ത് ചെയ്യുന്നില്ല? താമസിക്കുന്നില്ല. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും
ആമേൻ സ്തോത്രം മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മോട് ദീർഘക്ഷമ കാണിക്കുക. എന്ത് ക്ഷമയാ കാണിക്കുന്നത്? നമ്മോടൊരു ദീർഘക്ഷമ. എന്തിനാണെന്നറിയാമോ? ഇതുവരെ കോളിങ് റിയലൈസ് ചെയ്യാതെ, ഇതുവരെ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കാതെ, ഇതുവരെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് തിരിച്ചറിയാതെ ആമേൻ ഇരിക്കുന്നതിന് ദൈവം ദീർഘക്ഷമ കാണിക്കുക. ഇനിയും ഒരു അവസരമുണ്ട്, ആ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹൃദയത്തിൽ തട്ടിയതായ ഒറ്റ സംഭവം മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ഗുജറാത്തിൽ വഡോദരയിൽ വെച്ച് അവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകത്തേക്ക് ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച യാത്ര ഏകദേശം 10-11 മണിയായപ്പോഴാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സ്വീകരിക്കേണ്ടതിന് 107 വയസ്സ് പ്രായമുള്ളതായ ഒരു മാതാവ് ഉണ്ടായിരുന്നു. 107 വയസ്സ് പ്രായമുള്ളതായ മാതാവ് ഏകദേശം 60 വർഷത്തിന് മുകളിൽ കർത്താവിൻ്റെ വേലയിൽ, ശുശ്രൂഷയിൽ, സുവിശേഷീകരണത്തിൽ ആമേൻ വളരെയധികം ശ്രദ്ധാലുവായ, ഇതുവരെ ഒരു രോഗത്തിനും പിടിച്ചടക്കാൻ കഴിയാത്ത, ഇതുവരെ ഒരു രോഗക്കിടക്കും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത നിലവാരത്തിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ആമേൻ എല്ലാ ജോലികളും ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നതായ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 60 വർഷത്തോളം ഗുജറാത്തിൻ്റെ അനേക ഗ്രാമങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിച്ച, ഒരു ദിവസത്തിൽ തന്നെ ഏകദേശം 55 കിലോമീറ്ററോളം താൻ നടന്ന് പോയി സുവിശേഷം അറിയിക്കുന്നതായ അനുഭവത്തെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവെക്കേണ്ടതായി തീർന്നു. ഞങ്ങളെ കൊണ്ടുപോയ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾക്കൊരു വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതായ ഒരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. എന്താണ് ദേവദാസനെ പറഞ്ഞു? 107 വയസ്സുള്ളൊരു മാതാവുണ്ട്, ശുശ്രൂഷക്കരുത്തിയാണ്, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ചെന്ന് കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി അവർ ആഹാരം ക്രമീകരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ആ പ്രിയ മാതാവ് പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ, ഞങ്ങൾക്കറിയാൻ പാടില്ലാത്തതായ ഭാഷയിൽ അവർ പ്രാർത്ഥിച്ചു. അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ വശമുണ്ട്. എന്നാൽ കേൾക്കണമോ? ആമേൻ സ്തോത്രം. ഇത്രയും വലിയ സുവിശേഷത്തിൻ്റെതായ ദീപശിഖ ഏന്തിയതായ ആ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. അങ്ങനെ ഏപ്രിൽ മാസം 7-ാം തീയതി ആ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ ചില ദിവസങ്ങൾക്കുള്ളിൽ രാജസ്ഥാനിലേക്ക് പ്രവേശിച്ചു. ആ ദേവദാസിനെ വീണ്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ ഏകദേശം 21-ാം തീയതി 22-ാം തീയതി വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കുള്ളവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 2-3 ദിവസം വേണ്ടി ഞാൻ വളരെ തിരക്കാണ്, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ മാതാവില്ലേ, 107 വയസ്സ് പ്രായം ചെന്ന് യാതൊരു വിധമായ രോഗവും പ്രയാസവും കൂടാതെ കർത്താവിൻ്റെ വില ചെയ്തുകൊണ്ടിരുന്നതായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ മാതാവ് കഴിഞ്ഞ 20-ാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളതായ വാർത്ത. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 107 വയസ്സ് വരെ ജീവിച്ചിരുന്ന മാതാവ് ഞങ്ങളെ കണ്ട് കേവലം 13 ദിവസത്തിനുള്ളിൽ യാത്രയെ അവസാനിപ്പിച്ചുവെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതായ ആത്മീക മർമ്മവും ദൈവിക ശബ്ദവും എന്താണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ ആമേൻ ഹല്ലേലൂയ 8-ാം നാളിൽ ഹല്ലേലൂയ പരിശോധന കഴിക്കേണ്ടതിന് ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ അവിടെ ഓടി വന്നു ഒരു ശിമയോൻ, ഹല്ലേലൂയ ഓടി വന്നു ഒരു ഹന്ന. ആ മാതാവും ആ ഒരു പിതാവും കൂടി ഇങ്ങനെയാണ് പറഞ്ഞത്, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. ഹല്ലേലൂയ, സകല ഭൂവാസികൾക്കുമായി നീ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ഞങ്ങൾ ഈ അനുഭവം ചിലരോട് പറഞ്ഞപ്പോൾ അവർ പറയുക, ഷീ വാസ് യുവർ ഹന്ന. അവർ പറയുകയാണ്, ആ സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഹന്നായായിരുന്നുവെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ ദൈവമക്കളെ? ഒരു റിലേ മത്സരം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരിക. റിലേ മത്സരം ഏറ്റവും ഒടുവിലായിട്ട് നടക്കുന്നതായ റിലേ മത്സരത്തിൽ ബാറ്റൺ കൈമാറുന്നതായ ഒരു സമ്പ്രദായമുണ്ട്. ആമേൻ, 4 പേര് കൂടിയാണ് ഓടുന്നത്. 4x100 ഉണ്ട്, 4x400 ഉണ്ട്. ആമേൻ, ആ ഓടുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തം അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതായ ആ ബാറ്റ് അടുത്ത ആളിലേക്ക് അത് കൈമാറുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്തമാണ്. വളരെ വേഗതയിൽ ഓടി വരുന്നതായ ഈ വ്യക്തി അടുത്ത ആളിലേക്ക് കൈമാറിയതിനു ശേഷം, കൈമാറി അടുത്തയാൾ ഓട്ടം തുടങ്ങിയാലും ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു അല്പം കൂടെ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. കാരണം അവർ വന്നതായ ഒരു ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിൽ അവർ കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്ത് ഒരല്പം കൂടി മുന്നോട്ട് പോകും. കഴിഞ്ഞ ഹല്ലേലൂയ ആ അനുഭവത്തിൽ നിന്നും പറയട്ടെ, 7-ാം തീയതി ഞങ്ങളുടെ മേൽ കൈമാറിയതായ ദീപശിഖ ഹല്ലേലൂയ ആ സുവിശേഷത്തിന്റെ ബാറ്റേൺ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് ഏകദേശം 13 ദിവസം കൂടി ആ മാതാവ് അല്പം കൂടി മുന്നോട്ട് ഓടി. ഹല്ലേലൂയ, അവിടെ വെച്ച് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ ശുശ്രൂഷ, നിന്റെ സർവീസ് ഇവിടെ തിരികെയാണ്, നീ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഭാരതത്തെ പിടിക്കുവാനായിട്ട്, ഗ്രാമങ്ങളെ പിടിക്കുവാനായിട്ട് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് ലയൺ ഓഫ് ജൂദ ചർച്ചിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഭാരതത്തിനായി നിൽക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ചിലരെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഫോട്ടോ വന്നില്ല, ഫ്ലെക്സിൽ പേരുണ്ടായിരുന്നില്ല. ആമേൻ, ഒരു യൂട്യൂബ്
യൂട്യൂബിലും വന്നിട്ടില്ല, ഒരു ഫേസ്ബുക്കിലും വന്നിട്ടില്ല, ജീവിതത്തിൽ ഒരു റീൽ ഇട്ടിട്ടില്ല. പക്ഷെ മാതാവ് ഹല്ലേലൂയ ഗ്രാമങ്ങളെ സുവിശേഷീകരിച്ചു, കാൽനടയായി പോയി. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? ആയുസ്സിനെ അങ്ങോട്ട് ദീർഘമാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആയുസ്സിന്റെ മധ്യത്തിൽ അവസാനിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, you give your time to God and he will reward you with hallelujah. നിനക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ആയുസ്, ആരോഗ്യം വർദ്ധിപ്പിച്ചു നൽകുന്നു. Praise you Jesus. Hallelujah. If you're ready, then you will see the glory of God. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുകയാണ്, ഈ തലമുറയിൽ ലയൺ ഓഫ് ട്രൂത്ത് ചർച്ചിനെ എങ്ങനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? വി ആർ റെമനന്റ്. നമ്മൾ എന്താണ്? ഒരു ശേഷിപ്പാണ്. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവം പറയുന്ന വാക്കാ. ദൈവം സ്പെയർ ചെയ്ത് വെച്ചിരിക്കുന്നതായ ഒരു ഗ്രൂപ്പ്, ദൈവത്തിന്റെ ആവനാഴിയിൽ ഇതുവരെ പുറത്തെടുക്കാത്തതായ ഒരു വലിയ കൂട്ടം ആയുധ ശേഖരം ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ലയൺ ഓഫ് ട്രൂത്ത്. I prophesy today that you are going to be hallelujah hallelujah. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്നതായ ഒരു സീസൺ ആണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, രാജാക്കന്മാരെ പിടിക്കാൻ, അധികാരസ്ഥന്മാരെ വാഴിക്കാൻ, അധികാരസ്ഥന്മാരെ ഉയർത്തുവാൻ, അധികാരസ്ഥന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ ലയൺ ഓഫ് ട്രൂത്ത് ചർച്ചിന്റെ മേൽ ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഒരു റോയൽ അധികാരം, ഒരു റോയൽ അതോറിറ്റി ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് റിയലൈസ് ചെയ്യിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, we are not an ordinary group of people. ഇത് കേൾക്കുന്നതായ കേരളത്തിലെ, ഭാരതത്തിലെ, ലോകത്തിലെ മറ്റേത് ഗ്രൂപ്പിലെ, ഏത് ചർച്ചിനും, ഏത് ഡിനോമിനേഷനും, ഏത് ദൈവദാസന്മാർക്കും നമ്മളോട് അസൂയ തോന്നിയിട്ടോ, നമ്മളോട് എന്താ പറയുക, ഒരു ഉണ്ടാകുന്നതായ ഒരു ജലസി അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ ശക്തമായി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആലയത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആലയത്തിലിരുന്ന് ദൈവത്തെ ആരാധിച്ചതായ ദൈവമക്കൾ, ഇനി വരുന്നതായ സീസണിൽ കർത്താവിനെ മഹത്വപ്പെടുന്നതായ ദൈവമക്കൾ എല്ലാവരോടും കർത്താവ് ശക്തമായി പറയുകയാണ്, നാം ഒരു സാധാരണ വ്യക്തികളല്ല, നാം സാധാരണക്കാരായിട്ടുള്ളതായ ആളുകളല്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതായ ദൈവിക നിയോഗങ്ങൾ വലുതാണ്. അതിൻ്റെ ചെറിയ തുടക്കമാണ് ഞങ്ങളിലൂടെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. ഹല്ലേലൂയ. ഭാരതത്തെ പിടിക്കണമെങ്കിൽ ലയൺസ് തന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. പരാക്രമശാലികളായിട്ടുള്ള ചിലർ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ മോർണിംഗ് പ്രയറിലൊക്കെ പ്രിയ ജോർജ് ഒടിച്ചാൻ പറഞ്ഞതായ ഒരു വചനം, അതേ വചനം പ്രിയ ദേവദാസൻ പാസ്റ്റർ ജോജോ ശുശ്രൂഷിക്കുവാനായിട്ട് എടുത്തു വെച്ചതായ വചനം ഓർക്കുന്നില്ലേ? 32,000 നിന്നും ആദ്യത്തെ ഒരു 20,000 തള്ളിക്കളഞ്ഞ 10,000 ആക്കി, 10,000 നിന്നും പിന്നെയും തള്ളിക്കളഞ്ഞു. ദൈവം രണ്ടാമത്തെ ടെസ്റ്റ് ഇട്ടു. ഹല്ലേലൂയ. വെള്ളം നായ നക്കി കുടിക്കുന്ന പോലെ നക്കി കുടിക്കുന്ന വെറും 300 എണ്ണത്തിന്, ഹല്ലേലൂയ, വെറും 300 എണ്ണത്തിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മിദ്യാനോട് പോരാടാൻ ഇവർ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധിയാൽ പറയുകയാണ്, അതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിരുന്നു, അതൊരു പ്രൊഫറ്റിക്കൽ ആയിട്ടുള്ള സന്ദേശമായിരുന്നു, അത് കാലഘട്ടത്തിന്റെ സന്ദേശമായിരുന്നു, അത് സഭയോടുള്ള സന്ദേശമായിരുന്നു. We are a remnant, 1% less than a percentage. 32,000 നിന്ന് 300 എടുത്ത് നോക്കുകയാണെങ്കിൽ 1% താഴെയാണ്. ഇത്ര മതി കർത്താവിന്. മിദ്യാനോട് പോരാടുവാൻ ഇത് മതി കർത്താവിന്. Are you ready? Are you willing? This morning the Lord is really calling you and appointing you. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊരു ഹബ്ബാണ്. ഈ ഹബ്ബിൽ നിന്നും ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക്, ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലേക്ക് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ആ സീസൺ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നു. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. അവരുടെ കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വം കൊടുക്കാം.